അമ്മ എന്തെങ്കിലും നോക്കി പേടിപ്പിക്കല്ലേ. ആ പാമ്പുണ്ടെങ്കിൽ എന്നോട് മാത്രം പറഞ്ഞാൽ മതി. പിറകിൽ വരുന്ന ഒരു അവസരം നമ്മളായിട്ട് തട്ടിക്കളഞ്ഞല്ലോ. പേടിക്കണ്ട, കുട്ടി വിളക്കവിടെ വെച്ചോളൂ. ഞാൻ വിളക്കവിടെ വെച്ചു. ഒറ്റ നരിച്ചീറിനെ പോലും കാണാനില്ല. കിട്ടിയിരുന്നെങ്കിൽ വറുത്തിന്നായിരുന്നു. ശ്വാസം മുട്ടിന് ബെസ്റ്റാ. ചേലക്കാതെ വാതിലുണ്ട് പിടിക്കണോ. ഒരു 3-4 വാതിൽ കിടന്നല്ലേ നമ്മൾ ഇവിടം വരെ എത്തിയത്. ഇനി തുറക്കണോ വാതില്? കണ്ടുപിടിച്ചോളും. അതാണ്. എന്നെ വിശ്വസിക്കൂ, എന്നെ വിശ്വസിക്കൂ. വിശ്വാസം അതല്ലേ എല്ലാം. ഇവിടെ നോക്കിയിട്ട് രഹസ്യവാദത്തിന്റെ ഒരു അടയാളം പോലും കാണുന്നില്ലല്ലോ മാധവേട്ട. ഇടതുഭാഗത്തെ ചുമരിൽ 3 നിധിയറകൾ ഉണ്ടെന്ന് മുത്തശ്ശനോട് തറപ്പിച്ച് പറഞ്ഞു. മുത്തച്ഛൻ അങ്ങനെ തറപ്പിച്ച് പറയുമ്പോൾ ഇങ്ങോട്ടാണോ തിരിഞ്ഞു നിന്നിരുന്നത്, അതോ ഇങ്ങോട്ടാണോ തിരിഞ്ഞു നിന്നിരുന്നത്? എന്തൊക്കെയാണോ പറയണത്? ചിലപ്പോ നിമിത്തം നോക്കിയായിരിക്കും. അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അങ്ങനെയൊന്നുമില്ല. ഇങ്ങോട്ടാണ് തിരിഞ്ഞു നിന്നിരുന്നെങ്കിൽ ഇത് തന്നെയാണ് ഇടതുവശ ചുമര്. ഇങ്ങോട്ടാണ് തിരിഞ്ഞു നിന്നിരുന്നെങ്കിൽ ലുക്ക്, ഇതിപ്പോൾ വലതുവശ ചുമരാണ്. തെക്ക് ഭാഗത്തെ ചുമരെന്നാണ് മുത്തച്ഛി പറഞ്ഞത്. എങ്കിൽ മുത്തച്ഛിക്ക് ഏറ്റുപറ്റിയിട്ടില്ല. ഇത് തന്നെയാണ് തെക്കുവശം. പിന്നീടല്ല സാറേ, പിന്നെ ഈ വടക്കുവശം ഏതാണെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. എന്ത് പിടക്കെങ്കിലാവട്ടെ, ആദ്യം സകല വിഘ്നങ്ങളും മാറുന്നതിന് വേണ്ടി നമുക്ക് ഗണപതി ഭഗവാൻ നാളെ കേട്ടോ. ഇത് പിടിക്കേ. എല്ലാവരും ഒരു പൂജയായി കരുതി മനസ്സിൽ ധ്യാനിച്ചോളൂ. ഓം ശുക്ലാം ഭരതരം വിഷ്ണു ശശിവരണം. ശശിവരണം ആരെ? ശശി. ശശിക്ക് ദോഷമുണ്ട്. ശശിവരണം. ഇയാളെ ശശി ഇവിടെ വരും. ഇത് ഭാര്യയാണോ? അല്ലല്ലേ. ദോഷമുണ്ട്. ഓം ശിവായ നമ, ഓം ശിവീയ നമ, ഓം കുട്ടീയ നമ, ഓം കുടുകുട്ടീയ നമ, ഓം ശിവായ 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 നമ. ഡാ പിന്നെ വിളിക്കും. ഞാൻ അവിടെ ചെറിയ ചൊറയല്ല. ഓം ശിവായ നമ. ബസ് തിന്നോ? എത്ര പേര് മരിച്ചു? എന്റെ മെമ്മറി കാർഡ് 3-4 പെമ്പിള്ളേരെ നേരമ്പോക്കിൽ വിളിച്ചോണ്ട് ഇതെല്ലാം കളഞ്ഞു. തന്നെ കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യും. പൂജയും മന്ത്രവും ഒന്നും വേണ്ട. എന്നാ ഞാൻ പോവാ. ഇങ്ങോട്ട് വേണം. ദൈവത്തിനുണ്ടാക്കാനല്ല, മനുഷ്യന്മാർക്ക് എന്തെങ്കിലും തടയുമെന്ന് അറിയാനാ തന്നെ വിളിപ്പിച്ചത്. ഓ മനുഷ്യന്മാർക്ക് നോക്കാം നോക്കാം. ഇവിടെ മാറിക്കിടക്കാം. എന്റെ നിലവറ ഭഗവാനേ. ഒന്നുമില്ല, ഒന്നുമില്ല. എന്റെ നിലവറ ഭഗവതിയേ. ഒന്നുമില്ല. ഇവിടെ എല്ലായിടത്തും ഒരേ സൗണ്ടല്ല ചങ്ങായിമാരെ കേൾക്കണം. സാറേ കൊക്കക്കോള സാറേ, കൊക്കക്കോള സാറേ. സാറേ ഈ മുത്തശ്ശി ആളെങ്ങനെയായിരുന്നു? മനുഷ്യരുമാരി നോണ പറഞ്ഞാക്കുന്ന കൂടുതലുള്ള ആളായിരുന്നു. അങ്ങനെ ഒരാൾ മാത്രം ആരും കയറണ്ട. ബാക്കിയുള്ള കഷ്ടപ്പെട്ട് തുറന്നപ്പോ കേറി നോക്കാൻ എത്ര ആളുകൾ. അട്ടോർച്ചിങ്ങ ഞാൻ കയറി നോക്കാം. അതിനകത്തുള്ളത് ഞങ്ങളുടെ മകളായതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അറിയാൻ കയറി നോക്കാം. എന്റെ പുന്നാരമ്മായി, അതിനകത്ത് എവിടെ തൊട്ടാലാണ് അട്ടയ്യ തുറക്കാൻ ഒന്നും പറയാൻ പറ്റില്ല. അതിനകത്തങ്ങ് കേറി കുടുങ്ങിപ്പോയാ ദേ എനിക്ക് കുഴപ്പമൊന്നുമില്ല. കിടന്നുറങ്ങാനും കക്കുസമാകാനും ദാ കാണുന്ന സ്ഥലം മാത്രമേ ഉണ്ടാവുള്ളൂ. ശിവേട്ട പോലും കാണാൻ പറ്റില്ല. പോണ്ടാ. നമ്മൾക്കാർക്കും പരസ്പര വിശ്വാസമില്ലാത്ത സ്ഥിതിക്ക് അവൻ തന്നെ കയറി നോക്കട്ടെ. കട്ടുകൊണ്ട് പോവാതെ നോക്കിയാ പോരെ. കട്ടുകൊണ്ട് പോകും. ആർക്ക് വേണം നിങ്ങൾ സ്വർണം? ഈ സ്വർണം എന്ന് പറയുന്ന സാധനം എനിക്ക് കാണുന്ന ഇഷ്ടമല്ല. അത് കാണുന്ന ഇഷ്ടമില്ലാത്തോണ്ടാ എന്റെ പെണ്ണിന്റെ സ്വർണം കല്യാണത്തിന്റെ പിറ്റേ ദിവസം ഞാൻ വിറ്റൊഴിവാക്കിയത്. ഞാനൊരു സ്വർണ്ണ വിരോധിയാ. എന്നോടാ ആ ടോർച്ചിക്ക് ഞാൻ കയറി നോക്കാം. താരനോടോ കാര്യങ്ങൾ. ദൈവമേ, ഇതിനകത്തൊന്നും കാണാനില്ല. പണി പണിയാൻ തോന്നണേ. ചേട്ടാ ഭയങ്കര. ഇതിന്റെ മുകളിൽ ഒരു കുഞ്ഞറയുണ്ട്. ഇതിലായിരിക്കും മുതല്.
ഇതെന്താ വിത്തുകൾ മാത്രോ? ഓ, ഇതാണോ അതിനകത്ത് അടച്ചു സൂക്ഷിച്ചിരുന്നത്? എന്റെ ദൈവമേ, ഇതേതാ കൃഷിഭവന്റെ ഗോഡൌണിലേക്കുള്ള വഴിയാണെന്ന് തോന്നണേ. അതിന്റെ മുകളിൽ എന്തെങ്കിലും ഉണ്ടോ നോക്കണോ കോപ്പേ? അതിന്റെ മുകളത്തെ വരെ പൊള്ളയടിക്കണോ? എന്നാ കേറി നോക്ക്. ഒരു കീറി എന്റെ നാവേ. ആ സാറ് സാറ് കാര്യം ചെയ്യും, ഇതിന്ന് കുറച്ച് വിത്തുകളൊക്കെ എടുത്ത് പാടത്ത് ഇങ്ങനെ കൊണ്ടുപോയി വിതച്ച് കുറച്ച് പച്ചക്കറി കൃഷിയൊക്കെ നട്ട് വല്ല കർഷകശ്രീ അവാർഡ് വാങ്ങാൻ നോക്ക്. അതാ നല്ലത്. ഒന്ന് പോടോ. പോരണ്ടാ. നമ്മുടെ കാരണമായിട്ട് ചതി മാത്രം നിങ്ങളുടെ എല്ലാ കാരണവന്മാര് ഈ വിത്തുകളൊന്നും നശിച്ചിട്ടില്ല. പൊടി കുത്തിയിട്ട് മുളയ്ക്കണതാ. നീ അതുകൊണ്ട് പോടി. ബാക്കിയുള്ള ആരോ തുറക്കാൻ നോക്കണോ? അതിൽ നിന്നെങ്കിലും വല്ലതും കിട്ടിയിട്ടില്ലെങ്കിൽ പിന്നെ അതിന് നീ തന്നെ പിടിച്ചാൽ ചുമരണോ? അയ്യടാ, എങ്കി നിങ്ങൾ തമ്മിൽ എറിഞ്ഞ് കളിക്ക്, തുറക്കം നോക്കാല. എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന്. ഇത് കണ്ടു കഴിഞ്ഞില്ല. ഇത് നടക്കാലോ. രണ്ടാമത്തെ നിലവരെ തുറന്നടാ. തുറക്കണല്ലോ. അതിനുള്ള ഞാൻ ഈ പണിയൊക്കെ എടുത്തത്. എന്റെ ദൈവമേ, വെറുതെ നടന്നാലും തുറക്കാനുള്ള അറകള്. തിരികിടത്തോം തിത്തി തരികിടത്തോം തലാങ്ക് തരികിടത്തോ ഇപ്പിടുത്തരട്ടെ. വെയിറ്റ് ഫോർ യു. ആണ് മാറിക്കോ. നിങ്ങൾ മാറോ. കിട്ടി കിട്ടി നിധി കിട്ടി കിട്ടി നിധി കിട്ടി കിട്ടി. എന്തിനധികം ഈ ഒരൊറ്റ മാല പോലെ. സാർ ഇത് സ്വീകരിച്ച അച്ഛനും മോനാ പോയത്. ഇനി അമ്മയും ബന്ധുക്കൾ അതിനകത്തുണ്ട്. വേണമെങ്കിൽ നോക്ക്. നിങ്ങളുടെ കാരണം പറഞ്ഞ പാമ്പാട്ടികളായിരുന്നു പണ്ടാറ്. ആദ്യത്തെ അറിയിൽ നെല്ലും രണ്ടാമത്തെ അറിയിൽ നാഗത്തെയും കണ്ട സ്ഥിതിക്ക് അടുത്തയാൾ ചിലപ്പോ മാണിക്യങ്ങളാവും. തുറന്നു നോക്കിക്കൂടെ കുട്ടേട്ടാ? തുറന്നു നോക്കിയതേറ്റാ പണ്ടല്ല. പാമ്പ് വേണമെങ്കിൽ നോക്ക്. പൈസ നിർത്തി തോന്നുന്നത് കണ്ടില്ല. ആ ഇനിയിപ്പോ തുറന്നു നോക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമല്ലല്ലോ. ഞാൻ അത് അടച്ചപ്പോഴാണല്ലോ ഇത് തുറന്നത്. അതെ, ഞാൻ ഇത് അടച്ചാലല്ലേ അടച്ചു തുറക്കൂ. ഞാൻ ഇത് അടയ്ക്കുന്നില്ല. നിങ്ങളും തുറക്കും. തുറക്കണ്ട. അത് തുറന്നാലും ഏറെക്കുറെ ഇങ്ങനെയൊക്കെ തന്നെ ആവാനാണ് വഴി. കാരണം മൂന്നിലുള്ളത് നേരത്തെ തന്നെ ചിലർ എത്തേണ്ടടുത്ത് എത്തിച്ചു കഴിഞ്ഞല്ലോ. ആരാധന ശിവശങ്കര പൊട്ട കളിക്കല്ലേ മാധവട്ട. ഈ നിധിയെ കുറിച്ചും നിലവറയെ കുറിച്ചും അറിയാവുന്ന ഓരോരാൾ താനാ ഉള്ളതിനെ കടത്തിക്കൊണ്ട് പോയിട്ട് താനിപ്പോ ഞങ്ങളെ പൊട്ടവരാക്കിയ തോന്നിയാസം പറയരുത്. താൻ പ്രവർത്തിച്ചു തന്നോട് തോന്നിയാസം എല്ലാവർക്കും അവകാശപ്പെട്ട മുതൽ താൻ ഒറ്റയ്ക്ക് തിന്നാൻ നോക്കിയിട്ട് എല്ലാം എവിടെയാണ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നതെന്ന് പറയുന്നതാണ് നിനക്ക് നല്ലത്. അത് പറയേണ്ടത് ഞാനല്ല. എന്തിനാ കുറയ്ക്കണത്? ഇത്രയും കാലം ഇതിനകത്ത് നിറങ്ങിയിരുന്ന നീയല്ലാതെ മറ്റാരാടാ അതിനകത്ത് കയറി ഇതെല്ലാം മോഷ്ടിക്ക? തോന്നിവാസം പറഞ്ഞ തന്തയാണ് ഞാൻ നോക്കില്ല. ചവിട്ടിക്കൊന്നുകളയും. നിങ്ങൾ അച്ഛനും മോനും കൂടി ഞങ്ങളുടെ മുന്നിൽ നാടൻ കളിക്കണ്ട. കട്ടതാരായാലും തിരിച്ചേൽപ്പിക്കുന്നതാണ് നല്ലത്. ഈ മാധവൻ തന്നെയാ കള്ളൻ. അന്നല്ലേ അമേരിക്കന്ന് കുറ്റിയെ പറിച്ച് ഇങ്ങോട്ട് പോകുന്നത്. എന്റെ പെണ്ണിനെ തൊട്ട കൊന്നറിയില്ല. കാളവ് പിടിക്കപ്പെടുന്ന നാണക്കേട് കയ്യൂക്ക് കാണിച്ചിട്ടല്ല തീർക്കേണ്ടത്. കട്ടതെല്ലാം തിരിച്ചേൽപ്പിച്ച് പോയി തൂങ്ങിച്ചു. ഒരു ഗതികെട്ട അവസ്ഥയിൽ ഞാൻ ചത്തൂന്ന് വരും. അതിനു മുൻപ് എന്റെ എല്ലാ നാശത്തിനും കാരണക്കാരനായ നിന്നെ ഞാൻ കൊല്ലുന്നു. വീതം വെക്കുമ്പോ ഒരു തർക്കം വന്ന
അത് ഇതിനായി പോയി. നിന്നെ ഉണ്ടാക്കിയവരാത് ഞാൻ തന്നെ. ഈ നെഞ്ചിൻ കൂടുതലകത്ത് പൊട്ടിക്കെട്ടേരുണ്ട. സമുദ്രവസനേ ദേവി പർവതസ്തനമണ്ഡിതേ വിഷ്ണുപത്നി നമസ്തുഭ്യം പാദസ്പർശം ക്ഷമസ്വ മേ. കൊല്ലാനാണ് പുറപ്പാടെങ്കിൽ വീതുളിയാണ് ഉത്തമം. കൊല്ലപ്പെടേണ്ടത് മകനാകുമ്പോൾ കൊല്ലുന്നത് അച്ഛനുമാകുമ്പോൾ വിശേഷിച്ചു. നന്നാവണേ എന്ന് പ്രാർത്ഥിച്ച് മൂർധാവിൽ കൈവച്ചനുഗ്രഹിച്ച മകന്റെ ശിരസ്സറുക്കാൻ നെഞ്ചിലെ നോവിലുരച്ചു മൂർച്ച വരുത്തിയ വീതുളിയാണ് ഉത്തമം. ജന്മങ്ങൾക്കപ്പുറത്തെ എന്റെ പണിപ്പുരയിലെ രാത്രികളിൽ എണ്ണവിണക്കണയുവോളം എന്റെ ശിലാകൽപ്പനകൾക്ക് ജീവനായി നിന്ന ചമ്പകം നിനക്കോർമ്മയില്ലേ എന്നെ? എന്റെ വീതുളിയുടെ തലോടൽ കഴുത്തനുഭവിച്ച കണ്ണ, നീയും മറന്നോ എന്നെ? ജന്മങ്ങൾ ഓർമ്മകളെ മായ്ച്ചു കളയുമ്പോൾ പിന്നെ അറിയാത്തവർക്ക് വേണ്ടി മാത്രം പറയാം. ഞാൻ ഉണ്ടു നിറഞ്ഞ നിങ്ങളെപ്പോലുള്ളവർക്ക് പാർക്കാൻ ഇതുപോലുള്ള കൊട്ടാരങ്ങളും പ്രാർത്ഥിക്കാൻ ദേവാലയങ്ങളും പണിത കുടിലിൽ കഴിഞ്ഞ തച്ചൻ. കല്ലിനും മരത്തിലും ദേവീ ദേവകൾക്ക് പുനർജന്മം നൽകിയ കണ്ടാൽ അയിത്തമുള്ള പറയിപ്പെണ്ണിന്റെ മകൻ. കൈക്കണക്കും കരവിരുതും അത്ഭുതങ്ങൾക്ക് വഴിമാറിയപ്പോൾ മാളോരുടെ വാഴ്ത്തലുകളിൽ പെരുന്തച്ചൻ. പക്ഷേ എല്ലാ തിന്മകളെയും മായ്ച്ചു കളയുന്ന കഥയിൽ ഞാൻ സ്വന്തം മകന്റെ കഴുത്തറുത്ത സ്വാർത്ഥനും ദുഷ്ടനും അസൂയാലുവുമായ ഒരു അച്ഛൻ. പറഞ്ഞോട്ടെ, പക്ഷെ പ്രപഞ്ച വിശ്വകർമ്മൻ അറിയാം പെരുന്തച്ചൻ സ്വാർത്ഥനോ നിസ്സനോ എന്ന സത്യം. എന്റെ ജീവിതത്തിലെ ഒരേ ഒരു പ്രതീക്ഷയും പ്രാർത്ഥനയും പ്രാണനുമായിരുന്ന എന്റെ മകന്റെ ശിരസ്സറുക്കാൻ എനിക്കായെങ്കിൽ ഇനിയും എനിക്കാവും നിന്റെയൊക്കെ മലയോളം പോന്ന സ്വാർത്ഥതയുടെ കഴുത്തെടുക്കാൻ. ഇനി എനിക്കിവിടെ പണിയാവുന്ന അത്ഭുതം എന്താണ്? ഇനിയും എനിക്കിവിടെ പണിയാവുന്ന അത്ഭുതം എന്താണ്? മുഖത്തടിയേറ്റു വാങ്ങി പരിഹാസ്യനായ മരപ്പാതയോ, സപ്തസ്വരങ്ങൾ ഉതിർക്കുന്ന ശിലാമണ്ഡപമോ? അല്ല അല്ല, ഏത് കോണിൽ നിന്ന് നോക്കിയാലും ഇഷ്ടം തോന്നുന്നൊരു സ്വപ്ന മാതൃകയുണ്ട് എന്റെ മനസ്സിൽ. അതിന് വടക്ക് കിഴക്ക് ഈശാന കോണിൽ സ്നേഹം സ്ഥാപിക്കണം, നിർദികോണിൽ ദയ, അഗ്നികോണിൽ സഹോദര്യം, വായുകോണിൽ അഹിംസ, വാസ്തുനത്തിൽ ശിലാന്യാസത്തിന് പകരം ഒരു യഥാർത്ഥ മനുഷ്യനെ സ്ഥാപിക്കണം എനിക്ക്. അങ്ങനെ പടുത്തുയർത്തുന്നൊരു ലോകഭവനം.
ശിലാമണ്ഡപം ചിത്രകൂടങ്ങളിൽ പൊട്ടിക്കിളിർത്തുവോ. വട്ടത്തിൽ ചതുരത്തിൽ നീളത്തിലങ്ങനെ കാലങ്ങൾ വാർക്കുന്ന സ്വപ്നമേ. വട്ടത്തിൽ ചതുരത്തിൽ നീളത്തിലങ്ങനെ കാലങ്ങൾ വാർക്കുന്ന സ്വപ്നമേ. കെട്ടകാലത്തിന്റെ നിലവറവാതിലും വെട്ടിത്തുറന്നു വരു ശില്പമായി. കെട്ടകാലത്തിന്റെ നിലവറവാതിലും പിഴക്കില്ല കണക്കുകൾ, കലയിലായാലും കഴുത്തിലായാലും